ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ ഞാൻ അൻവീനെ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് മാർക്കറ്റിൽ കയറിയിട്ട് നമ്മുടെ മീൻ, ചിക്കൻ, ചീനി അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കുക്കിങ്ങും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ വൈകിട്ട് വരെ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ, എന്തായാലും മാക്സിമം എടുക്കുന്ന പോലെ എടുക്കാം കേട്ടോ. പിന്നെ രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് തിരക്കായിരുന്നു, അവനെ സ്കൂളിൽ വിടണമല്ലോ. അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ലോഗിലോട്ട് പോയാലോ? അപ്പം വായോ. അതൊക്കെ ഉണ്ട്. അമ്മ ഹായ് പറ. ഞാനിപ്പോൾ എന്താ ചന്തയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ചിക്കനും മീനും ചീനിയും ഒക്കെ മാറ്റി വെക്കുകയാണ്. ചിക്കൻ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം ഇനി ഞായറാഴ്ച ചിക്കൻ വാങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ മീൻ വാങ്ങിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അൻവിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അൻവിക്ക് ഈ വറുത്ത് നമ്മൾ മുള്ളൊന്നും ഇല്ലാതെ മീൻ മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുത്തു വിട്ട് അവനങ്ങ് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് മീൻ വാങ്ങിയത്. പിന്നെ ചീനി വാങ്ങിച്ചിട്ടുണ്ട്. എന്താ ഈ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റുള്ള മാങ്ങയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനുള്ള ഉറിഞ്ചി മാങ്ങ എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി അവിടെ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത് 3 കിലോ 100 ഞാൻ 1.5 കിലോ 50 രൂപയ്ക്ക് വാങ്ങിച്ചേ. നല്ല മാങ്ങ കേട്ടോ, നല്ല മണം. ഒന്ന് നമുക്ക് ചെത്താം. ഞാനങ്ങനെ ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ചേ. അയ്യോ, ഞാൻ ആ ഒരു കടി അടിച്ചപ്പോൾ തന്നെ എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയുമോ, അന്യായ ടേസ്റ്റായിരുന്നേ. എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നി. ഭയങ്കര നൊസ്റ്റുള്ളൊരു മാങ്ങയാണ് കേട്ടോ. പണ്ട് ചെറുതിലായിരുന്ന ടൈമിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഈ മാവുണ്ട്. അപ്പോൾ ഈ മഴയും കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴും. അപ്പോൾ അവർ കാണാതെയും പോയി പറക്കാറുണ്ട്, അവരറിഞ്ഞും തരാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നേ. പിന്നെ ഈ പച്ച മാങ്ങ ഉണ്ടല്ലോ, ഇതിൻ്റെ തന്നെ പഴുക്കാത്ത മാങ്ങ വെച്ചിട്ട് ഭരണിയിൽ ഉപ്പിട്ട് വെക്കും കേട്ടോ. ഈ ഇങ്ങനെ കണ്ടിക്കാതെയൊക്കെ, അതായത് കട്ട് ചെയ്യാതെ ഈ മുഴുവനോട് ഉപ്പിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആ ഒരു പരുവായിട്ട് ഇങ്ങനെ ഉപ്പ് പിടിച്ചൊക്കെ വരുമല്ലോ, അപ്പം തിന്നാനും അടിപൊളിയാണ്. ഇതങ്ങനെ ഞാൻ രണ്ടാമത്തെ മാങ്ങയും കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ മാങ്ങ കഴിക്കുന്നത്. ഒത്തിരി കാലമായി ഞാനിപ്പോൾ ഈ മാങ്ങ കഴിച്ചിട്ട്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കൊതി സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു മാങ്ങ കഴിച്ചിട്ട് പിന്നെ ഞാൻ പോയി അടുത്ത മാങ്ങയും കഴിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും വലിയ അബദ്ധമാണ് കാണിച്ചത്. കാരണം ഞാൻ 1.5 കിലോയെ മേടിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ 3 കിലോ 100 ഞാൻ 1.5 കിലോ 50 രൂപയ്ക്ക് വാങ്ങിച്ചതേ ഉള്ളൂ കേട്ടോ. 3 കിലോ അങ്ങ് വാങ്ങാനുള്ളതായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് ഞാൻ അപ്പോഴും അമ്മയുടെ അതാ പറയുന്നത്, അമ്മ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞിട്ട്. എന്തായാലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മാങ്ങ മേടിച്ചത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കാമേ. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചീനി കട്ട് ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓരോ നാട്ടിൽ ഈ ചീനി അരിയുന്ന ഓരോരോ രീതി അരിയും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം നാട്ടിൽ ഇങ്ങനെ കൊത്തി അരിഞ്ഞാട്ടോ എടുക്കുന്നത്. പക്ഷേ അമ്മയുടെ വീട് ട്രിവാൻഡ്രമാണ്. അവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ അരിഞ്ഞാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയണേ. പിന്നെ പാലക്കാടാണെങ്കിൽ ഞങ്ങൾ വെക്കണ പോലെ കറി ഇവിടെ വെക്കാറില്ല. കറിയെന്നല്ല, നമ്മളിങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കപ്പ ഇങ്ങനെ ഉണ്ടാക്കില്ലേ, അതേപോലെ അവിടെ വെക്കാറില്ല. അവിടെ ഇങ്ങനെ കറിയാണ് കേട്ടോ വെക്കുന്നത്. ഭയങ്കര വ്യത്യാസമാണത്. പിന്നെ നമ്മുടെ ഇവിടെ ഇതിന് മരച്ചീനി എന്നല്ല കേട്ടോ, ചീനി എന്നാണ് പറയുന്നത്. പിന്നെ ചീനി അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ പറയാം. അമ്മയുടെ അവിടെ ട്രിവാൻഡ്രത്ത് മരിച്ചീനി എന്നാണ് കേട്ടോ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോന്ന്. പാലക്കാട് പറയുന്നത് പൂളക്കിഴങ്ങെന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അവിടെ ചെന്ന്. പൂളക്കിഴങ്ങോ, അതെന്താ അങ്ങനെ? ഓരോ നാട്ടിലും ഓരോരോ, ഇപ്പോൾ ഈ കിഴങ്ങിന് മാത്രമല്ല, ഓരോന്നിനും ഓരോരോ പേരുകളാണല്ലേ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ള താഴെ കമൻറ്റിൽ പറയട്ടോ. ഇതിന് പറയുന്നത് അങ്ങനെ. ഞാൻ എന്താ ചീനി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കഴുകുന്നത്, അല്ലാതെ കഴുകാറില്ല. ചിലപ്പോൾ തെന്നിപ്പോയാലെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു 4-5 വെള്ളത്തിൽ നല്ല വൃത്തിക്ക് കഴുകും കേട്ടോ. അങ്ങനെ ഞാൻ എന്താ കഴുകി എടുത്തിട്ടുണ്ട്. ചീനി കഴുകിയിട്ട് ഇനി വേവിക്കാനാണ് കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മീനും കഴുകി, മീൻ കട്ട് ചെയ്തതെന്നൊക്കെ അമ്മയാട്ടോ. ഞാനിവിടെ ചെയ്യുന്നുണ്ട്, അമ്മയാണ് എനിക്ക് അതൊക്കെ ചെയ്തു തന്നത്. അപ്പം ഞാൻ എന്താ ചീനിയൊക്കെ കഴുകിയിട്ട് നമ്മുടെ പാത്രത്തിനകത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ മീൻ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മേനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ നമ്മൾ കൂടുതലുള്ളപ്പോൾ നമ്മളൊന്നും അറിയത്തില്ലെന്ന് കേട്ടോ. സത്യമാണ്, അതെല്ലാവരും പറയുന്ന പരമാർത്ഥ സത്യമാണ്. നമ്മുടെ അമ്മമാർ കൂടുതലുള്ളപ്പോൾ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എന്താ പറയുക, അത് എനിക്ക് ഒരു ദിവസമൊക്കെ അമ്മ ഇല്ലാതെ നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും എനിക്കതിൻ്റെ പാടറിയുന്നത്. കാരണം എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്യുന്നവർ
എല്ലാവരും ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മളൊരു ഒറ്റയ്ക്ക് വീടെടുത്താൽ, അതായത് അമ്മയൊന്നും ഇല്ല, നമ്മൾ ഒറ്റയ്ക്കാണ് താമസമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തേ പറ്റൂ. പക്ഷെ നമ്മുടെ അമ്മ കൂടെ ഉള്ളപ്പോൾ ആ അമ്മ ചെയ്തു തരും എന്നൊരു വിശ്വാസം നമുക്കുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല കനം കുറച്ചാണ് കേട്ടോ അരിയുന്നത്, അതാകുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ കനം കുറച്ചാണ് അരിയുന്നത്. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് മാറ്റിയിട്ട് പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചിക്കൻ വെക്കാനായിട്ട് തുടങ്ങാം. അപ്പം അമ്മ മീൻ കട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാനത് ഫ്രിഡ്ജിലോട്ടാക്കി വെക്കുന്നുണ്ട്. അപ്പം നാളെ അൻവിക്ക് വറുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അത് ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിട്ട്, ഫ്രീസർ അപ്പോൾ തുറന്നപ്പോഴും ഒരു ഐസ്ക്രീം ഇരിക്കുന്ന കണ്ടത്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കല്ലേ, എനിക്ക് ഐസ്ക്രീം എന്ന് വെച്ചാൽ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണല്ലേ. എപ്പോഴും ഞങ്ങളുടെ എപ്പോഴും ഞങ്ങളുടെ ഫ്രിഡ്ജിൽ ഐസ്ക്രീം സ്റ്റോക്കായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഒരു ഐസ്ക്രീം ഇരിക്കുന്നത്. അപ്പോൾ അൻവിക്കും ഇഷ്ടമാണ്. അൻവി ഞാനും കൂടെ അടിയാണ് കേട്ടോ. സാധാരണ എല്ലാവരും പറയും അമ്മമാരും മക്കൾക്ക് വേണ്ടി ഇട്ട് കൊടുക്കുക, അതൊക്കെ ശരിയാണ്. പക്ഷേ ഐസ്ക്രീം ഞാൻ അവന് കൊടുക്കാറുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല കൊടുക്കാറുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം, എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കും. അപ്പോൾ ആ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചിക്കനിൽ മസാല പുരട്ടി വെക്കാമേ. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അതാകുമ്പം എരി കുറവായിരിക്കും, കളർ നല്ലപോലെ കാണുകയും ചെയ്യും. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വെച്ച് ഇത്തിരി വെള്ളം കൂടെ ഒന്ന് തളിച്ച് നല്ലപോലെ ഒന്ന് വരവി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് ചിക്കൻ വെക്കുന്ന രീതി എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കാണിക്കുന്നതല്ലാന്ന് തോന്നുന്നു കേട്ടോ, കുറച്ച് മാറ്റമുണ്ട്. നമ്മളിവിടെ പല രീതിക്കും വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉരുളി എടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ചീനി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ, വെള്ളം വറ്റി പോവാതെ ചീനി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ചീനി ഊറ്റാൻ എനിക്കറിയില്ല കേട്ടോ, അതിന് എൻ്റെ അമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഉലുവയാണ് കേട്ടോ പൊട്ടിക്കുന്നത്. ഞങ്ങൾ കടുകിടാറില്ല ചിക്കനിൽ. ഞാൻ ഒത്തിരി പേരിൽ ഞാൻ കണ്ടിട്ടുണ്ട് കടുകിടുന്നത്, പക്ഷെ ഞാൻ കടുകിടാറില്ല. ഞാൻ ഉലുവ ആദ്യം പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് സവാള നേരെ മൂപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ, ഞാനും പൊട്ടിക്കാറില്ല, എൻ്റെ അമ്മയൊന്നും പൊട്ടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കും അത് അത്ര അറിയത്തില്ല കേട്ടോ. എനിക്ക് ഒന്നാമതേ കടുക് ഇഷ്ടമല്ല, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ചമ്മന്തിക്കായാലും എന്തിനായാലും കുറച്ച് കടുക് ഇടാറുള്ളൂ. എനിക്ക് കടുക് പൊതുവേ ഇഷ്ടമല്ല. അപ്പം പിന്നെ ചിക്കന് ഞാൻ ഒട്ടും ഇടില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് ആയപ്പോഴത്തേക്ക് ഞാൻ സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ വാടണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ഇച്ചിരി തോനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വാടാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇടാം കേട്ടോ. ഞാനപ്പോൾ റെസിപ്പി എല്ലാം കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടോ. വെച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയണേ. അപ്പോൾ അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചീനി നോക്കുന്നുണ്ട്, കാരണം ചീനിയുടെ വെള്ളം വറ്റിപ്പോകാം കേട്ടോ. പക്ഷെ നല്ല ചീനിയായിരിക്കും. എനിക്കിന്ന് മൊത്തത്തിൽ അബദ്ധം പറ്റി. ചീനി ഞാൻ 50 രൂപയ്ക്ക് മേടിച്ചുള്ളൂ. സാധാരണ ഞാൻ 100 രൂപയ്ക്കാണ് കേട്ടോ മേടിക്കുന്നത്. അരത്തൂക്കേ മേടിച്ചിട്ടുള്ളൂ. ഒരു തൂക്കാണ് ഞാൻ സാധാരണ മേടിക്കുന്നത്. അപ്പോൾ ഇന്ന് അരത്തൂക്കേ മേടിച്ചിട്ടുള്ളൂ. പക്ഷെ നല്ല ചീനിയായിരുന്നു കേട്ടോ, നല്ല പൂ പോലെ വേവുന്ന ചീനിയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കവളിലെ പാടുണ്ടോ, ഇതൊരു ദിവസം കടുക് പൊട്ടിച്ച സമയത്ത് എണ്ണ വീണ് പൊട്ടിത്തെറിച്ചാണ് കേട്ടോ. അങ്ങനെ പൊള്ളിയതാണ്. ആ പാട് പോയില്ല കേട്ടോ, അങ്ങനെ തന്നെ കിടക്കുന്നത്. ഇനി പോകുമില്ല എന്നുള്ളത് അറിയാനും വയ്യ. അപ്പോൾ ചീനി അമ്മ ഊറ്റാനായിട്ട് കൊണ്ടുപോയിട്ടോ, അമ്മയാണ് ഊറ്റിത്തരുന്നത്. നല്ല പൂ പോലത്തെ ചീനിയായിരുന്നു. അതും എനിക്ക് അബദ്ധം പറ്റി. ഞാൻ അര കിലോയെ മേടിച്ചോളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തക്കാളിയും കൂടെ അരിഞ്ഞ് ചിക്കനിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നായി വരണം കേട്ടോ. അത് വന്നപ്പോഴത്തേക്ക് അമ്മ ചീനിയൊക്കെ ഊറ്റി വന്നിട്ട് പിന്നെ നമ്മുടെ ചീനിക്ക് വേണ്ടിയിട്ടുള്ള മസാല ചെയ്യാൻ കേട്ടോ. ചീനിയും ജീരകവും അങ്ങനെ എന്തൊക്കെയോ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അരപ്പരച്ചത് അമ്മ അടുപ്പ് കത്തിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിരവി വെച്ചിരുന്ന ചിക്കനില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ മുളക് പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ, ഞാൻ അത് ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ വറുത്താണ് ഇടുന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചീന ആയപ്പോഴത്തേക്ക് അമ്മ എടുത്ത് മാറ്റിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ ഇട്ടു, സാധാ മുളക് പൊടി 1 സ്പൂൺ ഇട്ടു. എന്നിട്ട് പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടു കേട്ടോ. അത് ഇത്ര ഇട്ട് ഞാനൊന്ന് എണ്ണയ്ക്കകത്തോട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂപ്പിച്ച് ഒന്ന് വറുത്തെടുത്തിട്ട് ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കറിക്ക് ഇച്ചിരി കൊഴുപ്പും വരും, കുറച്ച് കളറും വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അത് നേരെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ വറുത്തിടുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ അത് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്തിട്ട് ഞാൻ ചിക്കനിലോട്ട് ഇടുന്ന ക്ലിപ്പ് എൻ്റെ നിന്ന് പോയോ കേട്ടോ. അപ്പം ഞാൻ ചിക്കനിലോട്ട് ഇട്ടിട്ട് കുറച്ച് കറി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് അടച്ച് വേവാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ.
അതിരുന്ന് അവിടെ ഇരുന്ന് വേവട്ടെ. കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ വരുന്നുണ്ട് കേട്ടോ, നല്ലപോലെ വരും. നമ്മളിങ്ങനെ വറുത്തിടുന്നുണ്ട് കുറച്ച് കുറുകി നല്ല കട്ടിക്ക് കിട്ടും കേട്ടോ. വറുത്തിടാത്തവരാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കി. ഈ റെസിപ്പി എന്തായാലും ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് എന്തായാലും കമൻറ്റിൽ പറയണേ. അപ്പോൾ അഭിപ്രായം എന്താണെന്നുള്ളത് പറയട്ടോ. അപ്പോൾ ഞാൻ എന്താ ആയപ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവിടെ ഒന്നെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്, കാരണം ചിക്കൻ ആയതുകൊണ്ട് അവിടെ എല്ലാം എണ്ണയൊക്കെ തെറിച്ച് കാണും. അപ്പോൾ ഞാൻ ഈ സൈഡിലോട്ടാണ് കേട്ടോ ഫുഡ് വെച്ച് കൊടുക്കുന്നത്, അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കനും വെച്ച് ചീനി എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന രാവിലത്തെ ദോശയും ചോറും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ പിന്നെ അത് അവിടെ എല്ലാം ഒന്ന് തുടച്ച് കൈ ഉടനെ ക്ലീനാക്കി ഇടുന്നുണ്ട്. നമ്മുടെ സ്റ്റൗവും ആ ഭിത്തിയും അവിടുത്തെ സ്ലാവും എല്ലാം ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്, കാരണം എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ചതും ഒക്കെ കാണും. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചിടുന്നുണ്ട്. ഇപ്പുറത്തോട്ടും എല്ലാം ഒന്ന് ക്ലീനാക്കി ഇടുന്നുണ്ട്. വെള്ളം തൊട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അവിടെ വലിയ അഴുക്കില്ല, ഞാൻ കൈ ഉടനെ എല്ലാം ചെയ്യുന്നുണ്ട്, വലിയ അഴുക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മിക്സിയുടെ അവിടെ അമ്മ കറി മസാല പൊടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് നമ്മുടെ മിക്സിയൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സിങ്ക് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ അഴുക്കില്ലായിരുന്നു, എന്നാലും ഞാനിപ്പോൾ കുക്കിംഗ് കഴിയുമ്പോഴത്തേക്ക് സിങ്ക് കഴുകിയിടും, കാരണം നമ്മുടെ പകുതി ജോലി സിങ്ക് വൃത്തിയായി കിടക്കുമ്പോഴേ നമ്മുടെ പകുതി ജോലി കഴിയുവേ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അങ്ങനെയാണ്. അപ്പം ഞാൻ സിങ്കും കൂടെ കഴുകുന്നുണ്ട്. കഴുകിയിട്ട് ഞാൻ അവിടെ എല്ലാം വെള്ളം ഒഴിച്ച് വൃത്തിയാക്കുമ്പോഴേ തന്നെ നമ്മുടെ എല്ലാ ജോലിയും കഴിയും, കാരണം വേറെ ജോലിയില്ല. നമ്മുടെ സിങ്ക് ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ വെച്ചിട്ട് എന്താ നമുക്ക് തന്നെ അടുക്കളയിൽ കയറാൻ ഒരു മടിയായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ആ തുണിയും കൂടെ സോപ്പിട്ടൊന്ന് കഴുകുന്നുണ്ട്. ഇത് നമ്മുടെ ചക്കരയുടെ നിക്കറാണ് കേട്ടോ. അവക്കിടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ചെറുതായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ. ചെറിയ തുണിയാണ്, നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാം, ഉണങ്ങാൻ എളുപ്പമാണ്, നമുക്ക് തുടയ്ക്കാൻ എളുപ്പമാണ്, എല്ലാം കൊണ്ട് എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതുപോലത്തെ 2-3 നിക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അവളുടെ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നതും കഴുകുന്നതും എല്ലാം ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് സിങ്ക് നല്ല വൃത്തിക്ക്. എനിക്ക് ജലദോഷമുണ്ട് കേട്ടോ, മൂക്കൊലിപ്പ്. ജലദോഷം എന്ന് അങ്ങനെയല്ല, തുമ്മലുണ്ടല്ലോ എനിക്ക്. ഈ തുമ്മലുണ്ടായത് കൊണ്ട് തന്നെ എപ്പോഴും തുമ്മി മൂക്കൊലിപ്പാണ്. തണുപ്പും കൂടെ ആണ്, മഴയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ കട്ടിംഗ് ബോർഡ് ഞാൻ കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാം നമ്മുടെ നല്ല നനഞ്ഞ ഉണങ്ങി ഇച്ചിരി പിഴിഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. തൂത്തും കൂടെ കഴിഞ്ഞാൽ ശുഭം. നമ്മുടെ അടുക്കളപ്പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ അടുക്കളപ്പണി ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയും ചീനിയും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മോരും കൂടി ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ ചൂടാക്കി വെച്ചായിരുന്നേ മോര് കറി. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ചെന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് മാത്രമല്ല കേട്ടോ, നൈറ്റും എല്ലാം ഇത് തന്നെയാണ്. ഇനി വേറെ ഒന്നും വെക്കാനായിട്ട് ഞാൻ പോകുന്നില്ല, ഇത് തന്നെ ഇനി മതി എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അൻവിയെ പോയിട്ട് വിളിച്ചോട്ട് വരാമേ. ഞാനങ്ങനെ അൻവിയുടെ സ്കൂളിൽ വന്നേ. ഇതെൻ്റെ ഫ്രണ്ടാണ്, അവിടെ ഒരു പഠിക്കുന്ന കുട്ടിയുടെ അമ്മയാണ്. ഹലോ, അതാ ഇന്നലെ ഞങ്ങൾ ഭയങ്കര കാര്യമാണ് കേട്ടോ. അതായത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നിന്ന് സംസാരിച്ച് എടുത്തിട്ടൊക്കെയാണ് പിന്നെ പോകുന്നത്. അങ്ങനെ അവർ പോയിട്ടുണ്ട്. ഞാൻ അൻവീനെ വിളിക്കാൻ വന്നിട്ടുണ്ട്. ഇത് പ്ലേ സ്കൂളാണ് കേട്ടോ, സിദ്ധാർത്ഥയുടെ പ്ലേ സ്കൂളാണ്. അവനെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ അവിടുത്തെ റൈഡിലൊക്കെ ഒരു വട്ടം എല്ലാത്തിലും ഒന്ന് കയറിയിട്ട് ഇറങ്ങും കേട്ടോ. അത് അവൻ്റെ ശീലമാണ്. അത് കഴിഞ്ഞാലേ വരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഊഞ്ഞാലിൽ കയറിയിട്ടുണ്ട്. പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ ചവിട്ടി കയറി സ്ലൈഡറിൽ കൂടെ വരുന്നതാണ് കേട്ടോ. എല്ലാത്തിലും ഒരു വട്ടം ഒന്ന് കയറിയിട്ട് അപ്പോഴേ ഇറങ്ങും കേട്ടോ. അവനിപ്പോൾ അതൊരു ശീലമാണ്, ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാ കണ്ടോ, ഇതിലെ കൂടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരാം കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു വട്ടമല്ലേ ഉള്ളൂ, പിന്നെ നിൽക്കണമെന്ന് വാശിയൊന്നും പിടിക്കത്തില്ല. ഈ ഒരു വട്ടം ചെയ്ത് കഴിയുമ്പോൾ അവൻ വരും. പിന്നെ അപ്പോൾ ഞാനും വെച്ചു വെറുതെ പാവമല്ലേ കുഞ്ഞല്ലേന്ന് വെച്ചിട്ട് ഞാനും സമ്മതിക്കാറുണ്ട്. ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വട്ടം ഒന്ന് കയറും കേട്ടോ. അത് ഇതിലെ കൂടെയൊക്കെ കയറാൻ പാടാണ്, എങ്ങനെ പറ്റി പിടിച്ച് കയറിയെന്ന് എനിക്കറിയാൻ വയ്യ. അത് അതിലെ കൂടെ വന്നിട്ട് ഈ സ്ലൈഡറിൽ കൂടെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ. ഇറങ്ങി കഴിയുമ്പോൾ മതി, കഴിഞ്ഞു. അവൻ അത്രയേ ഉള്ളൂ. അവന് പിന്നെ വാശിയൊന്നുമില്ല, പിന്നെയും കയറണം എന്ന് വാശിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ സ്കൂട്ടറിൽ ഞങ്ങളിതാ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇവിടെ വണ്ടിയൊന്നുമില്ല കേട്ടോ അധികം, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ജസ്റ്റ് ഫോണിങ്ങനെ ഓണാക്കി വെച്ചേട്ടോ. അപ്പോൾ അവൻ്റെ നാണം നോക്കി ഫോണിൽ നോക്കിയിട്ട് ഞാനതിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാട്ടോ കണ്ടത് അവനിങ്ങനെ കാണിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ, നമ്മുടെ മക്കൾ വളരുമ്പോഴത്തേക്ക് എന്തൊക്കെയല്ലേ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഓരോ ഹിഡൻ പോയിൻ്റൊക്കെ നമ്മളിങ്ങനെ ഹിഡൻ മെമ്മറീസൊക്കെ എടുത്ത് വെക്കുമ്പോൾ അത് ഭയങ്കര കാര്യമല്ലേ. അയ്യോ പോവല്, പശുവിൻ്റെ അടുത്തോട്ട് പോവല്ലോ.
ഞങ്ങൾ എന്നും വരുന്ന വഴിക്ക് ഈ പശുക്കൾ ഇവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തി അവനെ കാണിക്കാറുണ്ട്. അവന് ഈ പശു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ നിർത്തിയിട്ട് എന്നും കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഉണ്ട് ഇവിടുത്തെ ഈ മാമനുണ്ടായിരുന്നേ. മാമനപ്പോൾ പശുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. അവനെ തൊടിയിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ കൂടെ നിൽപ്പുണ്ടായിരുന്നു, അതുകൊണ്ടുള്ള ഇതിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവനപ്പോൾ വീണ്ടും പശുവിനെ കണ്ട് ഇവന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു അവിടെ പ്രാവുണ്ട്, പ്രാവിനെ കാണിച്ചു തരാം, വീട്ടിലോട്ട് വാ. നമുക്കപ്പോൾ അറിയാവുന്ന കേട്ടോ, എനിക്ക് അറിയാവുന്നതാണ്, ഇവർ രണ്ടുപേരും എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അവന് പശുവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഞാനും എന്തായാലും കൂടെ പോയി, കാരണം നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനും കൂടെ പോയിട്ടുണ്ടേ. അപ്പോൾ ഞങ്ങൾ അവിടെ പശുക്കുട്ടികൾ നിൽപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വീടുകളൊന്നും ഇപ്പം ഇല്ല. ഇങ്ങനെ തൊഴുത്തും പശുക്കളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇവിടെയൊക്കെ കുറവാണ്. ചിലയിടത്തൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഭയങ്കര കുറവാണ്. ഇപ്പം എല്ലാവരും അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ കൂടുതലും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവൻ പ്രാവും കോഴിയോ അപ്പോൾ ഇതിൻ്റെ കൂട് ഉറക്കാൻ പോകണം കേട്ടോ. ഞാൻ ചെന്ന് അടച്ചു വെച്ചു. അങ്ങനെ കോഴിയും പ്രാവിനെയൊക്കെ കണ്ട് പശുവിൻ്റെ കൂടെയൊക്കെ നിന്ന് അവിടുത്തെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ട് കാര്യം പറഞ്ഞ് ഒക്കെ നിന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെയാണ് അവിടെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്നത്. അവന് വരാനേ താല്പര്യമില്ലായിരുന്നു. ഞാൻ നാളെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമാണ് പിടിച്ച് വലിച്ചുകൊണ്ട് പോയത് തന്നെ. അവൻ പിന്നെയും ഇങ്ങനെ നിൽക്കുക, കോഴീനെയും പശുവിനെയും നോക്കി നിൽക്കുക. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു അവൻ്റെ അടുത്ത്. അവരിങ്ങനെ പറയണം പശുവിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നിന്ന് കുറച്ച് നേരം കണ്ടിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ച് വലിച്ചുകൊണ്ട് പോകണ രംഗമൊന്നും എടുത്തില്ല കേട്ടോ. കാരണം അവൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോയാൽ മതി, കാരണം അവിടെ തന്നെ നിൽക്കുക. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ച് വലിച്ചുകൊണ്ട് അപ്പോൾ ഉണ്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് അവൻ പറയണേ പശു ചൂച്ചു വെച്ചു എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ വന്നിട്ട് ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോകണം കേട്ടോ. എനിക്ക് വിശന്ന് കുഴഞ്ഞാണ് ഞാൻ വന്നത്, കാരണം എനിക്കൊന്ന് 2-2:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോറും ചീനിയും ചിക്കൻ കറിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അന്ന് കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അൻവിക്ക് കുറച്ച് ചീനിയും ചിക്കനും കൂടെ കൊടുത്തു. കരഞ്ഞുകൊണ്ടൊക്കെ എങ്ങനെയോ 2-3 വാ കഴിച്ചു എന്നല്ലാതെ അവനത്ര താല്പര്യമൊന്നുമില്ല. കാരണം സ്കൂളിൽ നിന്ന് സ്നാക്സ് കഴിച്ചിട്ടാട്ടോ വരുന്നത്. ചോറ് ഉച്ചയ്ക്ക് കൊടുത്തിട്ട് പിന്നെ സ്നാക്സ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്തു വിടുമല്ലോ, അപ്പോൾ അത് കഴിച്ചിട്ടാണ് അവൻ വരുന്നത്. അപ്പോൾ അത്യാവശ്യം വയറ് നിറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഞാൻ പിന്നെ കഴിച്ചപ്പോൾ ഒരു 2 ഉരുളയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. കരഞ്ഞും പിരിഞ്ഞൊക്കെയാണ് കഴിച്ചത്, എന്നാലും വേണ്ടിയില്ല, 2എങ്കിലും കഴിച്ചു എന്നുള്ള ആശ്വാസത്തിൽ ഞാനങ്ങ് ഇരുന്നു. സത്യം പറഞ്ഞാൽ ഈ അമ്മമാരെല്ലാവരും ഇങ്ങനെയല്ലേ, മക്കൾക്ക് എത്ര കൊടുത്താലും മതിയാകത്തില്ല. വയറ് നിറഞ്ഞാലും പിന്നെയും വയറ് നിറഞ്ഞ് കാണുമോ, കുറച്ചും കൂടെ കൊടുത്തു വെക്കാം എന്നുള്ളൊരിതായിരിക്കും എല്ലാവരും. ഞാൻ അങ്ങനെയാണ് കേട്ടോ, നിങ്ങൾ അങ്ങനെയാണെന്നുള്ളത് പറയട്ടോ. ഞാൻ അങ്ങനെയാണ്, ഞാൻ പിന്നെയും കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കഴിക്കുന്നുണ്ട്, ചോറും ചിക്കനും കൂടെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഞാൻ ഉറങ്ങിപ്പോയിട്ടോ, എനിക്കങ്ങ് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്ക് തോന്നുന്നു 5-5:15 ഞാൻ എഴുന്നേറ്റപ്പം. അപ്പോഴാണ് എന്നെ വിളിച്ചത്. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. സമയം ഒത്തിരി താമസിച്ചിട്ടുണ്ടായിരുന്നു. മുറ്റം തൂത്തിട്ട് വേണം ഇനി വിളക്കൊരുക്കാനും ദേഹം കഴുകാനും ഒക്കെ. അപ്പോൾ രാവിലെ കുളിച്ചിട്ടുണ്ടായി ഞാൻ, വൈകിട്ട് മേല് കഴുകുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുറ്റം തൂത്തിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയോണ്ട് പോച്ചയൊക്കെ പിടിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ ഈ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ കൂടെ നല്ല പോലെ പോച്ച പിടിക്കും. അത് എത്ര നമ്മൾ വൃത്തിയാക്കിയാലും എത്ര തൂത്താലും പിന്നെയും പോച്ച പിടിക്കും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്കൊന്ന് പണ്ടിട്ട് ഇൻ്റർലോക്ക് ആയതുകൊണ്ട് ഇതിനിടയിൽ മണ്ണൊക്കെ ഉണ്ട്. മണ്ണുണ്ടായതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് നല്ലപോലെ പോച്ച വരും കേട്ടോ. പിന്നെ അമ്മമ്മയൊക്കെ വന്നിരുന്നു. നമ്മുടെ വൈകിട്ടായല്ലോ, വൈകിട്ട് വാക്കിന് ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾക്കിങ്ങനെ സിറ്റ് ഔട്ട് ഇരുന്നിട്ട് കുറച്ച് കാര്യമൊക്കെ പറയാം. ഇതൊക്കെ ഞങ്ങൾക്കുള്ളതാട്ടോ. അങ്ങനെ ഞാൻ തൂക്കണ സമയത്ത് അൻവി എൻ്റെ പുറകേന്നേ മാറിയില്ല. ഇടയ്ക്കിടയ്ക്ക് സ്നേഹപ്രകടനം, ഉമ്മ തരലും കെട്ടിപ്പിടിക്കലും ഒക്കെയാണ് കേട്ടോ. അതവനുള്ളതാട്ടോ. എനിക്കൊന്നും എല്ലാ മക്കൾമാരും ഇങ്ങനെ ആയിരിക്കും അല്ലേ, നിങ്ങളെ മക്കൾമാർ ഇങ്ങനെയാണെന്നുള്ളത് പറയട്ടോ. അപ്പോൾ ഞാൻ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴ പെയ്ത് കിടക്കുന്നുണ്ട്, ചവറും ഒക്കെ നനഞ്ഞിരിക്കുകയാണ്, കത്തിക്കാനും ഒക്കെ പാടാം. ഞാൻ പിന്നെ വേഗം തൂക്കുന്നുണ്ട്. കാരണം ഇനി തൂത്ത് കഴിഞ്ഞിട്ട് അകം തൂക്കണം. അകം തൂത്തിട്ട് വേണം പിന്നെ വിളക്ക് ഒരുക്കാനും കത്തിക്കാനും മേല് കഴുകാനും ഒക്കെ. അപ്പം അമ്മയടുത്തൊക്കെ കാര്യം പറയുന്നുണ്ട്. അമ്മ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കാര്യം പറയാൻ തൂക്കും. പിന്നെ അൻവി വരും, അൻവിയായിട്ട് സ്നേഹപ്രകടനം നടത്തും, തൂക്കും. ഇതൊക്കെ തന്നെ അവിടെ നടന്നു പോകുന്നു. ഇനി എനിക്ക് മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ പോച്ച വരുന്നത് ഇനിയിപ്പോൾ നല്ല മഴ വരാൻ പോവല്ലേ, അപ്പോൾ അതിന് മുന്നേ ഈ പോച്ചയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇനി ഒരു ദിവസം അൻവീനെ വിട്ടിട്ട് ക്ലീൻ ആക്കാനേ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ അവനെ വെച്ചിട്ടൊന്നും അടക്കിയൊന്നുമില്ല. വീണ്ടും കണ്ടോ സ്നേഹപ്രകടനം വന്ന് ഇതേ കണക്ക് വള്ളി പിടിച്ചേക്കും കയറും കേട്ടോ. കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങത്തില്ല. ഞാൻ പറഞ്ഞ് തൂത്ത് കഴിഞ്ഞിട്ട് അമ്മ വരാം എന്നൊക്കെ
പറഞ്ഞിട്ട് എങ്ങനെയും ഇറക്കി വിട്ടതാണ്. അപ്പോൾ അതാ അവിടെ എല്ലാം തൂത്ത് ക്ലീൻ ആക്കിയിട്ട് ഇനി നാളെ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നാളെ ഒന്ന് നമ്മുടെ ഈ പോച്ചയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ എന്തായാലും ക്ലീനിങ് വ്ലോഗായിട്ട് ഇടാമേ. അപ്പോൾ ഇതിപ്പോൾ കുറേ കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇടുന്നത്. ഒത്തിരി വർഷമെന്ന് വെച്ചാൽ മുന്നേ എപ്പോഴും ഇട്ടതാണ്. ബാക്കിയൊന്നും ഞാൻ പിന്നെ അങ്ങനെ ലോങ് വീഡിയോ അങ്ങനെ ഇടാറില്ല. ഇപ്പോൾ ഷോർട്സ് അല്ലേ ഇടാറ്. അപ്പോൾ ലോങ് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണോ എന്നുള്ളതും കൂടെ പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി പിന്നെ വീഡിയോ ചെയ്യാമല്ലോ. അപ്പോൾ അതാ അൻവിക്ക് ഞാനവിടെ തീ ഇട്ടപ്പോഴത്തേക്ക് സ്ഥിരമുള്ള പണിയാണ് ഈർക്കിലുണ്ട് കത്തിക്കലെന്ന്. അത് ഞാൻ പിന്നെ വഴക്കും പറഞ്ഞ് അകത്തേറ്റി ഇരുത്തിയിട്ട് ഞാൻ പിന്നെ വന്നിട്ട് അകം തൂത്ത് വൃത്തിയാക്കുകയാണ്. ഇവിടെ മൊത്തം അൻവിയുടെ കളിപ്പാട്ടാണ്. അവിടെ ഇരിക്കുന്ന ചാക്കുണ്ടോ അതിലെല്ലാം അൻവിയുടെ കളിപ്പാട്ടവാ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒരിടത്ത് ഒതുക്കി വെക്കും. പിന്നെ ഇവൻ വലിച്ച് വാരിയിടും. ഞാൻ അവനെ കൊണ്ട് തന്നെ ഇപ്പോൾ പറക്കി വെപ്പിക്കും കേട്ടോ. പണ്ടായിരുന്നു ഞാനെല്ലാം പറക്കി വെക്കുമായിരുന്നു. ഇപ്പം ഞാൻ അവനെ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യിപ്പിക്കും. കാരണം അത് പഠിക്കണ്ടേ നമ്മുടെ മക്കളെ. ഇപ്പോൾ അവൻ എനിക്ക് തോന്നുന്നു ഇപ്പം ഏകദേശമൊക്കെ ചെയ്തു തുടങ്ങി കേട്ടോ. മുന്നൊന്നും ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ അവൻ ഒരുവിധം ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാൻ ആനയെ എടുത്ത് വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ വന്ന് ഇറങ്ങി എടുത്ത് വെക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 3.5 വയസ്സ് കഴിഞ്ഞല്ലോ അവന്. അപ്പം ഇപ്പോഴേ നമ്മുടെ മക്കളെയൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ആക്കാനും ഒക്കെ പഠിപ്പിക്കണം. ഞാനിങ്ങനെ ഡോക്ടറിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നേ. ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കണം. അതായത് അവരെ തുണികൾ മടക്കി വെക്കാൻ പഠിപ്പിക്കണം. പിന്നെ കഴിച്ച പാത്രങ്ങൾ കൊണ്ടുവന്ന് സിങ്കി ഇടാൻ പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഡോക്ടറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് ഞാനിപ്പം ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല അവനിപ്പോൾ പ്ലേ സ്കൂളിലും കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജോലിക്ക് പോകാത്തതും. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോകുന്നില്ലേ എന്നുള്ളത്. ഇല്ല കേട്ടോ, ഞാൻ ഇവനെ പ്ലേ സ്കൂളിൽ ചേർത്തപ്പോഴത്തേക്ക് ഇവനൊന്ന് പൊരുത്തപ്പെട്ട് വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇവനൊന്ന് പൊരുത്തപ്പെട്ട് സ്കൂളിൽ ഞാനിപ്പോൾ കൊണ്ടാക്കിയും വിളിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 2 മണി വരെ ഉള്ളൂ ക്ലാസ്. സമ്മർ ക്ലാസ് ആയതുകൊണ്ട് 2 മണി വരെയാണ് ക്ലാസ്. 10 മണിക്ക് തുടങ്ങും. അപ്പോൾ സ്കൂൾ വാനും ഇല്ല. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഓട്ടോയിൽ വിടാമെന്ന് വെച്ചാൽ അത് അമ്മയ്ക്കൊരു പാടാണ്. അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ തന്നെ കൊണ്ടാക്കിയും വിളിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നത് കേട്ടോ. ഞാൻ പിന്നെ തൂത്തെല്ലാം കഴിഞ്ഞിട്ട് പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നേ. മേല് കഴുകിയിട്ട് വന്ന് വിളക്ക് കത്തിക്കണമല്ലോ. ഞാനും അൻവിയും കൂടെയാണ് കേട്ടോ ഇപ്പോൾ വിളക്ക് കത്തിക്കുന്നത്. ഇപ്പം ഞാൻ അവനെ അതും ശീലിപ്പിക്കുന്നുണ്ട്. വിളക്ക് കത്തിക്കാൻ നേരം അവനെ അടുത്ത് നിർത്തിയിട്ട് നമ്മുടെ ചന്ദനത്തിരി ഉണ്ടല്ലോ അത് ഞാൻ അവനെ കൊണ്ടാട്ടോ കത്തിപ്പിക്കുന്നത്. പുറമൊന്നും പൊള്ളിക്കാതെ കത്തിച്ചോളും. അപ്പോൾ അവന് ഇപ്പോൾ വിളക്കത്തിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വരും. ചന്ദനത്തിരി കത്തിക്കും. അവൻ തന്നെ കുറിയിട്ട് തരാൻ പറയും. അതൊക്കെ ഒരു ഇതായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ അത് കഴിഞ്ഞിട്ട് വിളക്ക് കത്തിച്ചു കേട്ടോ. നിങ്ങൾക്ക് അൻവിയുടെ റൊട്ടീൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അൻവിയുടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ അവൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. ഞാനത് ചെയ്യാം കേട്ടോ. ആ വീഡിയോ ചെയ്യാം. അപ്പോൾ അതാ എനിക്കൊന്നും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒത്തിരി പേര് അൻവിയുടെ പ്രായമുള്ളവരുണ്ട്. കാരണം ഞങ്ങൾ ഒരേ ടൈമിൽ ഡെലിവറി ആയ ടൈമിലൊക്കെ എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു. ഇപ്പോഴും മെസ്സേജ് അയക്കുവേ. അപ്പം ആ പ്രായത്തിലുള്ള ഒത്തിരി പിള്ളേരുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. പിന്നെ ഇതാ ഞാൻ നമ്മുടെ ചന്ദനത്തിരിയും കത്തിച്ചിട്ട് നമ്മുടെ ഈ കത്തിക്കുന്നുണ്ടല്ലോ കുന്തിരിക്ക കട്ട അതും കൂടെ കത്തിച്ച് വെക്കുന്നുണ്ട്. അത് ഇപ്പോൾ എപ്പോഴും എല്ലാ ദിവസവും നിങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് അത് കത്തിച്ച് വെക്കട്ടോ. അപ്പോൾ അതിൻ്റെ മണവും ആ പുകയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാട്ടോ, നല്ല രസമാണ്. അൻവിത ഇവിടെ ചന്ദനത്തിരി കത്തിച്ച് ഇപ്പം തന്നെ തീർക്കും എന്നുള്ള പരുവത്തിരിക്കുക കേട്ടോ. കൃഷ്ണൻ്റെ മുഖത്തും കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ പിന്നെ അത് പിടിച്ച് വാങ്ങിച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവനെ കൊണ്ട് തന്നെ പ്രാർത്ഥിച്ചിട്ട് അവൻ തന്നെ തീയിലിങ്ങനെ ഉഴിയും കേട്ടോ. ഉഴിഞ്ഞിങ്ങനെ വെക്കും കണ്ണിലോട്ട്. ഞാൻ പിന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവൻ തന്നെ ഇങ്ങനെ വെച്ചിട്ട് കണ്ണിലോട്ട് വെക്കും. ഞാൻ പിന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും പ്രാർത്ഥിച്ചിട്ട് പിന്നെ കുറിയിട്ട് കൊടുക്കുന്നുണ്ട്. അവൻ തന്നെ പറയാം കുറിയിട്ട് തരാൻ വേണ്ടിയിട്ട്. ഞാൻ കേട്ടോ പറയാം കുറിയിട്ട് കൊടുക്ക് എന്ന് പറയാണ്. അപ്പോൾ ഞാൻ എന്താ കുറിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അൻവിക്ക് പിന്നെ ദോശ കൊടുക്കാമെന്ന് വെച്ചു. കാരണം സ്കൂളിൽ വിട്ട് വന്നിട്ട് പിന്നെ ഒന്നും കഴിച്ചില്ലേ. കഴിക്കാത്തതുകൊണ്ട് തന്നെ ദോശ രാവിലെ വെച്ച ദോശ ഉണ്ടല്ലോ അത് ഇരിപ്പുണ്ട്. അപ്പോൾ അതും ചിക്കൻ കറിയുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അത് രണ്ടും കൂടെ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ എന്താ അൻവിക്ക് കുറിയിട്ട് കൊടുത്ത് ഞാനും കുറിയിട്ടിട്ട് ഞാൻ പിന്നെ അവന് ചെന്നിട്ട് ദോശയും ചിക്കൻ കറിയും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പുകയും ചെറിയ വെളിച്ചവും മണവും ഒക്കെ കൊണ്ടെന്തോ ഭയങ്കര രസമാണ് കേട്ടോ ആ ഒരു സമയമെന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അൻവിക്ക് വന്ന് ദോശ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ കാർട്ടൂൺ വെച്ച് കൊടുക്കാനാണ് ഈ പറയുന്നത്. അവന് സംഭവം കഴിക്കാൻ വയ്യ. അവന് കഴിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ ഫോണൊന്നും അധികം വെച്ച് കൊടുക്കാറൊന്നുമില്ല കേട്ടോ. ടി വിയിൽ കാർട്ടൂൺ കാണാറുണ്ട്. അത് എപ്പോഴും ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടി വി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അത് വെക്കാനും പാടാണ്. ഒത്തൊത്തി ഞാൻ അമ്മാമ്മ അപ്പോൾ വന്നിട്ട് കാര്യം പറയണം കേട്ടോ എന്നോട്. അപ്പോൾ ഞാൻ അമ്മാമ്മയോട് കാര്യം പറഞ്ഞിട്ട് ടി വി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അന്യായ ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഭയങ്കര ചൂട്, ഇങ്ങനെ വിയർത്ത് പോവുകയാണ്.
അത്രയും ചൂടാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ചൂടുണ്ടോ? മഴയുണ്ടോ നിങ്ങളുടെ അവിടെയൊക്കെ? ഇവിടെ ആണെങ്കിൽ മഴയും ഇല്ല, ഒന്നുമില്ല. അഥവാ മഴ വന്നാൽ തന്നെ ഒന്ന് ചാറും അപ്പോഴേ പോവും. പിന്നെ കാറ്റ് മഴയും കൊണ്ടങ്ങ് പോവും. പിന്നെ നമുക്ക് കാറ്റ് മാത്രമേ ഉള്ളൂ, മഴയും ഇല്ല, ഒന്നുമില്ല. ഒന്ന് ചാറും, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വലിയ മഴയൊന്നും ഇവിടെ ഇല്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ചൂടുണ്ടോ? മഴയും നമുക്കൊന്ന് അത്യാവശ്യത്തിന് നല്ല മഴ പെയ്താൽ നമ്മുടെ മണ്ണൊക്കെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തണുപ്പൊക്കെ കാണും. ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. ഇടയ്ക്കൊന്ന് മഴ പെയ്താൽ തന്നെ ഒന്ന് ചാറും, ആ ചാറ്റിൽ അപ്പോഴേ പോയിട്ട് പിന്നെ നല്ല വെയിൽ വരും. സന്ധ്യാസമയമൊക്കെ ആണെങ്കിൽ ഒന്ന് ചാറും, പിന്നെ അങ്ങ് നിൽക്കും, പിന്നെ കാറ്റായിരിക്കും. എന്താ ചെയ്യുക, നമുക്ക് ചൂട് അസഹനീയമാണ്, അത്രയ്ക്കും ചൂടാണ്. അത്ര സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. പിന്നെ ഞാൻ വിളക്ക് കത്തിക്കുന്നുണ്ട്, ഫാനും ഇടാൻ പറ്റത്തില്ല, ആ സമയത്ത് നല്ല ചൂടായിരിക്കും. അങ്ങനത്തെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ദോശ പോലും കഷ്ടിച്ച് കഴിച്ചില്ല, പകുതിയൊക്കെ കഴിച്ചോളൂ. ഞാൻ പിന്നെ ബാക്കി കൊണ്ടുവച്ചു. ഞാനും 2 ഭാഗം കഴിച്ചിട്ട് ഞാനും പിന്നെ കൊണ്ടുവച്ചു, എനിക്കും വേണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാനായിട്ട് ചായ കുടിച്ചപ്പോൾ ഞാനും എൻവിയും കൂടെ ബിസ്ക്കറ്റ് കഴിക്കുക കേട്ടോ. എനിക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിരിച്ച ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. വെള്ള ക്രീമൊക്കെ ഉള്ള ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. നല്ല ഭയങ്കര മധുരമാണ്. ഒത്തിരി ഒന്നും കഴിക്കില്ല, അവനും കഴിക്കില്ല, അവനും 1 2 ഒക്കെ കഴിക്കുള്ളൂ. ഞാനും അത് കഴിച്ചിട്ട് ഞാനും നിർത്തി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മെഷീനിൽ നിന്ന് തുണി സാധാരണ നമുക്ക് സന്ധ്യയ്ക്ക് തുണി കഴുകിക്കൂടെ എനിക്കറിയാം, പക്ഷേ ഇന്ന് എനിക്ക് സമയം കിട്ടിയില്ല തുണി കഴുകാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്കൊന്ന് 2 3 ദിവസമായി തുണി കഴുകിയിട്ട്, അപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മെഷീനിൽ ഇട്ട് കഴുകാമെന്ന് വെച്ചു. എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഈ മെഷീൻ മേടിച്ചത്. എനിക്ക് ഈ തുണി കഴുകാൻ എനിക്ക് തുണി മടക്കാൻ ഇഷ്ടമുള്ള കാര്യമേ അല്ല കേട്ടോ. അതുകൊണ്ട് ഈ തുണി കഴുകാൻ മെഷീൻ മേടിച്ചത് എനിക്കെന്തോ ഭയങ്കര ആശ്വാസമാണ്. ഞാൻ എപ്പോഴും ഇവിടെ പറയാം കേട്ടോ, തുണി മടക്കാനും കൂടെ ഒരു മെഷീൻ കണ്ടുപിടിച്ചേം കൊള്ളായിരുന്നു എന്ന്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ലാത്ത 2 ജോലി, തുണി കഴുകലും തുണി മടക്കലും. അതുകൊണ്ട് തന്നെ ഈ മെഷീൻ മേടിച്ചത് അത്ര ഉപകാരമാണ്. 2 3 ദിവസം തുണി കഴുകിയില്ലെങ്കിലും ഒരുമിച്ചിട്ടങ്ങ് കഴുകാമല്ലോ, നമ്മുടെ നടുവും കാലും ഒന്നും ഒടിയത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളല്ലാതെ കഴുകണം, അതെനിക്കറിയാം. പക്ഷെ എന്നാലും എൻ്റെ ഒരു ആശ്വാസത്തിന് എനിക്ക് ഭയങ്കര ഹെൽപ്പാണ് ഇതെന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ടേ ഉള്ളൂ കേട്ടോ മേടിച്ചിട്ട്. അപ്പം ഞാൻ എല്ലാ തുണികളും പറക്കി അതിനകത്തിട്ട് ലിക്വിഡ്, നമ്മൾ സർഫ് എക്സലിൻ്റെ കേട്ടോ ലിക്വിഡ് ഉപയോഗിക്കുന്നത്, അതും കൂടെ ഒഴിച്ച് തുണിയും കൂടി ഇട്ടിട്ട് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനി ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല കഴുകി ഉണക്കി വെച്ചേക്കും കേട്ടോ. പിന്നെ നമുക്ക് അശയിലോട്ടൊന്ന് ജസ്റ്റ് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയല്ലോ. ഉണങ്ങിയാണ് നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് കുറച്ചൊന്ന് ഇതാക്കിയാൽ മതിയല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്കൊന്ന് 2 ദിവസം മുന്നേ കഴുകിയ തുണിയാണ്, ഞാൻ ഇതുവരെ മടക്കിയില്ലായിരുന്നു, കസേര തന്നെ വെച്ചേക്കുമായിരുന്നു. അത് ഞാൻ മടക്കി വെക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് മൊത്തം അൻവിയുടെ തുണിയാണ്. സത്യം പറഞ്ഞാൽ അൻവി നമ്മളൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് നനഞ്ഞാൽ തന്നെ അപ്പോഴേ വന്ന് പറയും ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ. അവൻ ഈ നനഞ്ഞ ഡ്രസ്സൊന്നും വെള്ളം കുടിക്കുമ്പോൾ അവൻ തന്നെ ഒഴിക്കുന്ന വെള്ളമായിരിക്കും വെള്ളം കുടിക്കുമ്പോൾ, അപ്പോൾ വീഴുന്ന ഒരു തുള്ളി വീണാൽ തന്നെ അപ്പോഴേ പറയും ഉടുപ്പ് മാറ്റുന്നു. അവന് ഭയങ്കര ഇതാണ്, ഈർച്ചയേടാണ് അവൻ ഈ നനഞ്ഞ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാറ്റി കൊടുത്ത് അവൻ്റെ ഡ്രസ്സേ ഉള്ളൂ കഴുകാൻ വേണ്ടി. കണ്ടോ, ഇത് മൊത്തം അവൻ്റെ ഡ്രസ്സാണ്. അവിടെ ഇവിടെയൊക്കെ എൻ്റെ ഡ്രസ്സുള്ളൂ. ഞാൻ പിന്നെ എൻ്റെ ജീൻസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് മടക്കി അതായത് സ്ഥാനത്ത് വെക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. കാരണം ഇതൊക്കെ കുത്തിക്കയറ്റി വെക്കണമല്ലോ, നമ്മൾ ഒരുവിധ സ്ഥലം എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തിട്ടേ വെക്കുന്നത്. പിന്നെ ഇത് അതിനിടയിൽ കൂടെ വെക്കാമെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. പിന്നെ എനിക്ക് തുമ്മലാണ്. ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ തുമ്മി എനിക്ക് ഈ കാലാവസ്ഥ ഒട്ടും പറ്റത്തില്ല. ചൂട് ഭയങ്കരമാണ്, പക്ഷേ ചെറിയൊരു തണുപ്പ് വന്നാൽ തന്നെ എനിക്ക് തുമ്മലാണ് കേട്ടോ. പിന്നെ ഈ പൊടി അടിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് പൊടി മണം ഇതൊക്കെ ഭയങ്കര ഇതുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ അമ്മ വന്ന് കാര്യം പറഞ്ഞ തുണിയൊക്കെ മടക്കി കറക്റ്റ് സ്ഥലത്ത് വെച്ച് കട്ടിലൊക്കെ വിരിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ 57 സെക്കൻഡും കൂടെ ഉള്ളു കേട്ടോ ഇനി. അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് തുണി ഉണങ്ങി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലോട്ടല്ല അടുക്കളയിലോട്ട് പോയപ്പോൾ ചിക്കൻ രാത്രിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കി വെക്കും. അപ്പോൾ അത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയെല്ലാം ക്ലീനാക്കി ഇട്ടേക്കുന്നുണ്ട്, വലിയ വിഷയമൊന്നുമില്ല. നമുക്ക് ആ ഒരു രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മതി, രാവിലത്തേക്ക് സെറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതാ ചിക്കനൊക്കെ ചൂടാക്കി വെച്ചു, ചീനി ഇരിപ്പുണ്ട്. അത് തന്നെ ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. മോരുകറി ഇരിപ്പുണ്ട് ഇന്നലത്തെ, അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്താ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയും അൻവിയും കൂടി ഇരുന്ന് TV കാണണം കേട്ടോ. അപ്പോൾ ഏതോ സിനിമ ഇട്ടേക്കുവാണ്. ഞാൻ അങ്ങനെ സിനിമ അധികം കാണാറില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മളിങ്ങനെ അകത്തുനിന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ AC-ക്കകത്തോട്ട് ചെല്ലുന്നതാണ് കാണട്ടോ, തണുപ്പ്, നല്ല തണുപ്പാണ് ആ സമയത്ത്. കാറ്റുണ്ടായിരുന്നേ. ഞാനപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴുണ്ട് മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ചാറി അപ്പോഴേ നിന്നു കേട്ടോ. ഇവിടുത്തെ മഴയൊക്കെ അങ്ങനെയാണ്, ഒന്ന് ചാറും അപ്പോഴേ നിൽക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട മറക്കാ ലൈക്ക് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലും കൂടെ ഒന്ന് പറയണേ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റിലും കൂടെ പറയണേ. ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇന്നത്തെ വീഡിയോ നല്ല ലോങ് വീഡിയോ ആണ്, എനിക്കറിയാം. ഡേ ഇൻ മൈ ലൈഫ് എടുത്തതാണ്. ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അത്ര മാത്രമേ ഉള്ളൂ ഇതിലിനി പറയാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതിനകത്ത് ഇനി എക്സ്ട്രാ ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആയിരിക്കില്ല കേട്ടോ. പല ദിവസവും പല പല രീതികളായിരിക്കും, പല കറികളായിരിക്കും, എല്ലാം പല പല രീതികളായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഇവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്, കാറ്റുണ്ട് നല്ലപോലെ. അപ്പോഴേ ഒരു 5 മിനിറ്റ് മഴ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേ നിന്നു. ഞാൻ പറഞ്ഞില്ലേ, നല്ല ശക്തമായ മഴയൊന്നും പെയ്യാറില്ല ഇവിടെ. അങ്ങനെ ഞാൻ ദാ അവിടെ ഊഞ്ഞാലിൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം ഇരുന്നു, ഒന്ന് മഴയൊക്കെ നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും ഒരു ആശ്വാസം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസം ഇന്നിവിടെ കഴിയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ഇനി പോരുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാമേ, സ്കൂൾ തുറക്കുമല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.